ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അങ്ങനെ നവ്യോട് കാര്യങ്ങളൊക്കെ പറയാനെത്തിയ കനകദുർഗ സത്യം പറഞ്ഞാൽ പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് അങ്ങാണം ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഭർത്താവിനങ്ങാണം ഒരു കുഞ്ഞും ഒരു ഭാര്യയും ഉണ്ടെങ്കിൽ താൻ ഭർത്താവിനെയും കൊല്ലും കുഞ്ഞിനെയും കൊല്ലും, ഞാനും ചാകുമെന്ന് നവ്യ പറഞ്ഞു. ഇത് കേട്ടതും ആകെപ്പാടെ ഷോക്കായി പോയിട്ടോ. കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് സംസാരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രമ്യതയിൽ കൊണ്ടുപോകാമെന്ന് ഓർത്താണ് നമ്മുടെ കനകദുർഗ വന്നതെങ്കിൽ തിരിച്ചു പോകുന്നത് അതിലും വലിയൊരു പ്രശ്നം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഒരിക്കലും നമ്മുടെ നവ്യോട് ഇത് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞിനെ വരെ നവ്യ കൊന്നുകളയും. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം കനകേനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ദേവയാനിയും നയനിയും കൂടി ചേർന്ന്. അങ്ങനെ കനക തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, മോളെ ഇനിയിപ്പം വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ട, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ദോഷം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങൾ ആരും അറിയണ്ട. നമുക്ക് സത്യങ്ങളൊക്കെ അറിയാലോ. ഈ വീട്ടിൽ ജലജയ്ക്കും ജാനകിക്കും നിന്റെ ചേച്ചിക്കും മാത്രമല്ലേ സത്യം അറിയാത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. ആദർശ് ആരാണെന്നും എന്താണെന്നും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയായിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി. ഈ സോഷ്യൽ മീഡിയ എന്തും പറഞ്ഞോട്ടെ ഏതും പറഞ്ഞോട്ടെ, നമുക്കത് യാതൊരു പ്രശ്നവും ഇല്ല. നമ്മളായിട്ട് തന്നെ നിൽക്കണം. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും തെളിവ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ കുട്ടിയല്ല എന്ന് പറയാനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത്? മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞപ്പം, അല്ല എൻ്റെ ആദർശേട്ടന് എല്ലാവരുടെയും മുമ്പിൽ കൊച്ചാവുമല്ലേ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നുന്നത്. സത്യത്തിൽ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവുക. എൻ്റെ ഭർത്താവിനെ കള്ളനും തെറ്റുകാരനുമാക്കി എൻ്റെ ചേച്ചിയുടെ ജീവിതമല്ലേ ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? എന്തിനാ ആ പാവം മനുഷ്യനെ ഞാൻ ചതിക്കുന്നത്? ആര് പറഞ്ഞു നീ ചതിക്കുകയാണെന്ന്? നീ നിന്റെ ഭർത്താവിനെ ചതിക്കല്ല, നീ നിന്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത്. മോള് അങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയെ സമാധാനിപ്പിക്കുന്ന സീനാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും ഗോവിന്ദനും കൂടെ കനകേനെ കാത്തു നിൽക്കുകയാണ്. കാരണം പോയിട്ട് എന്തായി എങ്ങനെയായി എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമായിട്ടും കാണുന്നില്ല. അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു, എടി നിന്റെ അമ്മേനെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഞാനും അത് തന്നെയാണ് ഓർത്തിരിക്കുന്നത്. എൻ്റെ അമ്മ എവിടെ പോയതാന്ന് പോലും എനിക്ക് അറിയത്തില്ല എൻ്റെ പൊന്നച്ഛ. ഇനിയിപ്പോൾ എന്തായിരിക്കും അവിടെ പോയിട്ട് ഉണ്ടായതൊന്നും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഓഫീസിൽ പോവുകയും വേണം. ഞാൻ ഓഫീസിൽ പോകാൻ പോയി ഇത്രയും നേരം ഞാൻ കാത്തു നിന്നു. എനിക്ക് ഇനി പറ്റത്തില്ല, ഞാൻ പോട്ടെ, ഏതായാലും എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കനക വരികയാണ് കേട്ടോ. അങ്ങനെ കനക വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഗോവിന്ദൻ, കനക എന്തായി കാര്യങ്ങളൊക്കെ? നീ നവ്യമോളോടെ എല്ലാം പറഞ്ഞോ? എന്ത് പറയാനാ, വെട്ടാൻ നിൽക്കുന്ന പോത്തിനോട് ചെന്ന് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നാണല്ലോ നിങ്ങളുടെ മകളുടെ സ്വഭാവം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളോട് എന്ത് പറഞ്ഞാലും അവള് കേൾക്കില്ല. അവളോട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ നീ ഒന്ന് സൂക്ഷിക്കണം. വേറൊന്നുമല്ല, ആദർശിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്റെ ഭർത്താവാണെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ, ഞാൻ പേടിച്ചു പോയി. അവള് പറയാണേ, അവള് അവനെയും കൊന്ന് കുഞ്ഞിനെയും കൊന്ന് അവളും ചാകുന്നു. എന്താ ഞാൻ ചെയ്യുക? സത്യം പറയാൻ പോയി ഞാൻ പേടിച്ചു പോയി. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നന്നായി, നീ പറയാത്തത് നന്നായി. ഇത് എത്ര നാൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എൻ്റെ പൊന്നു കനകെ? അതാ എനിക്കിപ്പോൾ അറിയത്തില്ലാത്തത്. അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു, ഏതായാലും ഇപ്പൊ ചേച്ചി തൽക്കാലം അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലേ ഒന്ന് ഓർത്തു നോക്കിയേ, വെറുതെ അനന്തപുരി തറവാട് തകർന്നു പോകേണ്ടി വരും. ഒരു കുഞ്ഞിനെയും എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ അഭിയും എല്ലാവരുടെയും ജീവിതം പോകും. എന്തിനാ വെറുതെ? അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്നും ആരും അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത് തന്നെയാ ദേവയാനിയും പറയുന്നത്. ഇപ്പൊ തൽക്കാലം ആരും ഒന്നും അറിയണ്ടെന്ന്. സത്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ആരും എന്തു പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഇതെവിടെ ചെന്ന് നിൽക്കുന്ന ആർക്കറിയാം എന്ന് പറഞ്ഞു കനക അകത്തേക്ക് കയറിപ്പോയി. ഗോവിന്ദനും അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ നന്ദു പുറത്തേക്കും പോവാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിന്റെ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ അവിടുത്തെ, പുതിയ നമ്മുടെ നന്ദുവിൻ്റെ പേര്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അനി കയറി വരിക. അപ്പം അനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറി വരുന്നതാണല്ലോ. അപ്പം അനിയെ കണ്ടതും ആ പോലീസുകാരൻ അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ പറഞ്ഞു, ദേ ഇതാ മറ്റേ ആള്, നന്ദുവിൻ്റെ ആളോ? ഏത് നന്ദുവിൻ്റെ? നന്ദുവിൻ്റെ എന്നല്ല, ഇവിടുത്തെ SI സാറിൻ്റെ ആള് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ SI സാറിൻ്റെ ആളോ?
അതെങ്ങനെ SI സാറിന്റെ ആളാകും? അല്ല അവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പം അനി അകത്തേക്ക് കയറി വന്നു കേട്ടോ. അനി അകത്തേക്ക് കയറി വന്നതും, അല്ല താനെന്താ വല്ല പരാതിയായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ വേറൊന്നുമല്ല, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം. നന്ദുവിനെ കാണണമെന്നോ? ഏത് നന്ദു? എവിടത്തെ നന്ദു? നീ എന്താണോ സംസാരിക്കുന്നത്? ഇവിടത്തെ സ്ഥലം SI ആണ്. SIനെ കയറി നന്ദു എന്നൊക്കെ വിളിക്കാൻ നീ ആരാ? അതെ, ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ആഹാ, അത് കൊള്ളാലോ. നാണമില്ലേ തനിക്ക്? ആഹാ, ദേ ഇവനെ ഇറക്കി വിട്ടെ, ഇവനെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടെ. താൻ എന്താ വിചാരിച്ചത്? തന്റെ കുടുംബസ്വത്താ ഇതെന്നോ? തനിക്ക് ഇഷ്ടമുള്ളപ്പോ കയറി വരാനും പോകാനായിട്ട് തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് ആ പോലീസുകാരൻ അതും ഇതും ഒക്കെ പറയാണ് കേട്ടോ. ഏതായാലും അനി അത് പിന്നെ സാറേ ഞാൻ പറയുന്ന കേക്കെന്ന് പറഞ്ഞ് പതുക്കെ ക്ഷമിച്ച് നിന്നാണ് അനി സംസാരിക്കുന്നത്. എവിടെന്ന് വെട്ടെന്തോ ഉണ്ടെന്ന് രണ്ടെന്ന് നമ്മുടെ നവ്യയുടെ സ്വഭാവം പോലെയാണ് ഇവിടെ കിടന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കിടന്ന് ആ പുള്ളിക്കാരൻ കിടന്ന് അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരാളെ പുറകെ നടക്കുന്നത് എന്തിനാണ്? മര്യാദയ്ക്ക് ഇരുന്നോണം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കിട്ടിക്കൊണ്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. SIനെ കാണാൻ വന്നിരിക്കുന്നവന് നാണമില്ലേടാ നിനക്ക്? ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു കയറി വരെ. ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേ വന്നല്ലോ, ദേ നന്ദു, ഇവനാരാ? ഇവനെന്തിനാ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത്? അത് പിന്നെ ഇവനെന്റെ റിലേറ്റീവാ സാർ. ഏത് റിലേറ്റീവ് ആണെങ്കിലും മര്യാദയ്ക്ക് ഇവനെ പറഞ്ഞു വിട്ടോ. ഇങ്ങനെ ഇടയ്ക്കും മുട്ടിനും കാണാൻ വരലും അതൊന്നും ഒരു SIക്ക് ചേരുന്ന പരിപാടിയല്ലെന്ന് അറിയാലോ. വിട്ടോ ഇറക്കി വിടാനാ പറഞ്ഞത്. അവന് മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ വഴക്ക് പറയും. അപ്പൊ നന്ദു ആണെങ്കിൽ അനി ഇപ്പൊ നീ തൽക്കാലം ഇവിടെ നിന്ന് പോ അനി എന്ന് പറഞ്ഞ് അനിയെ പറഞ്ഞു വിടുകയാണ്. നന്ദുവിന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നന്ദുവിന്റെ മേലുദ്യോഗസ്ഥനല്ലേ, നന്ദു എന്ത് ചെയ്യാനാണ്? നന്ദുവിനോട് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന രീതിയിൽ കേൾക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എനിക്കങ്ങ് വിഷമമായി പോയിട്ടോ. അനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായി. അങ്ങനെ അനി ചെന്ന് കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെ നന്ദു ഇങ്ങനെ ചെയ്തു, അവിടെ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൊടുക്കണം. പുള്ളിക്കാരനെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. മിക്കവാറും അനാമികയുടെ അച്ഛനും അമ്മയും ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരന്മാരും പറയുന്നുണ്ട് അത് ശരിയായിരിക്കും. പണ്ട് നന്ദു അന്ന് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും ഒരു ട്രെയിനറെ സ്വാധീനിച്ചതല്ലായിരുന്നോ? ഇനിയിപ്പോൾ എന്താടാ ചെയ്യേണ്ടത്? അല്ല നമ്മുടെ നന്ദു ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നന്ദുവിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അല്ലാതെ നന്ദു ഇങ്ങനെ നിന്നോട് ഇറങ്ങി പോകാനും അതുപോലെ അങ്ങനെ പെരുമാറത്തൊന്നും ഇല്ല. നീ സങ്കടപ്പെടാതിരിക്കുക. ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് ആർക്കിട്ടാണെന്ന് അറിയാമോ? നിന്റെ മുൻ ഭാര്യയുടെ അച്ഛനെയും അമ്മയും പഞ്ഞിക്കിടുക ചെയ്യേണ്ടത്. ഒരുത്തര് കാരണമാണ് ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആദ്യം അവരെ നമുക്ക് പഞ്ഞിക്കിടണം. അവരെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നീറ്റാകും. അതുകൊണ്ട് നമുക്ക് അവരെ പഞ്ഞിക്കിടാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നമ്മളൊന്ന് രണ്ട് തട്ട് കൊടുത്തതല്ലേ, ഇനി അവസാനമായിട്ട് ഒരു തട്ടും കൂടെ വേണു എന്ന് പറയുന്ന അവന് കൊടുക്കണം. അവൻ എല്ലായിടത്തുനിന്നും പൈസയും കടം മേടിച്ച് എല്ലാവരെയും തട്ടിച്ചും വെട്ടിച്ചും മുങ്ങിയും നടക്കുന്നവനാ. അവനെ നമ്മളൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവത്തൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം ഒരു ഇരുട്ടടി അല്ല കൊടുക്കേണ്ടത്, ഇനി പകല് തന്നെ അടി കൊടുക്കണമെന്ന് കൂട്ടുകാരന്മാരിങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ നന്ദു അല്ല അനിയും ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരനെ സ്വാധീനിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. സ്വാധീനിക്കാൻ പറ്റത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ന്യായത്തിന്റെ വശത്ത് നിൽക്കുന്നതാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ നന്ദുവിനോട് ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് ഇപ്പൊ നന്ദുവിന്റെ പുറകെ ആണല്ലോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരനെ നമ്മുടെ നന്ദുവിനെ പെണ്ണാലോചിക്കാനായിട്ട് കനകയുടെ ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്ന്. അങ്ങനെ അവിടെ നന്ദാവനത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ പോലീസുകാരനെ കണ്ട ഉടനെ തന്നെ, ഈ മേലുദ്യോഗസ്ഥനെ കണ്ട ഉടനെ തന്നെ വരൂ സാർ, കയറി വരൂ സാർ എന്ന് പറഞ്ഞ് അകത്ത് കയറ്റി ഇരുത്തുന്നു. അപ്പം ഈ ഫോട്ടോയും എല്ലാം ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ നന്ദു ഇയാളുടെ സ്വഭാവം ഏകദേശം ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ ആ പുള്ളിക്കാരൻ അകത്ത് കയറി വന്നിരുന്നു. നന്ദുവിന്റെ വീടാണല്ലേ. നന്ദുവിന്റെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടൊന്നുമില്ല. ഇവിടെ നന്ദു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു SI ആണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോഴേക്കും തന്നെ കരക്ക് പോയിട്ട് ഒരു ഗ്ലാസ് സ്ക്വാഷ് ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാനിവിടുത്തെ സഹപ്രവർത്തകനാണ് നന്ദുവിന്റെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും അതുപോലെ ഒരു മകളുണ്ടായത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. അതുപോലെ നല്ല സ്വഭാവമുള്ള ഒരു മകളാണ്. പിന്നെ ഞാനും ഈ ഒരു പോലീസ് യൂണിഫോം ഇട്ടതിൽ പിന്നെ എന്ത് അനീതി കണ്ടാലും പ്രതികരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരുപാട് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സസ്പെൻഷൻ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാര് സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനും ട്രാൻസ്ഫർ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പൊ എത്തി നിൽക്കാൻ
ചിലപ്പം ദൈവത്തിന്റെ ഒരു വിധി ആയിരിക്കാം നന്ദുവിനെ കാണാൻ പറ്റിയതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും കനയ്ക്കും ഗോവിന്ദനും മനസ്സിലാവുന്നില്ല കേട്ടോ എങ്ങോട്ടാ പോകുന്നത്, എന്താ പറയുന്നതെന്നൊന്നും. അങ്ങനെ അയാൾ പറയാണ്, ഇനി ഞാൻ കൂടുതൽ മുഖവര ഇടുന്നൊന്നുമില്ല, എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇപ്പം വിവാഹപ്രായമൊക്കെ എത്തി നിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ പയ്യനല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതും എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ ഒരു വധുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. എനിക്ക് നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് നല്ല കുട്ടിയാണ് നന്ദു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിക്കാം. നന്ദുവിനോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല, നിങ്ങളോടാണ് ഞാനിപ്പോൾ ഇത് വന്ന് ആദ്യമായിട്ട് നിങ്ങളോടാണ് പറയുന്നത്. എന്തോ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് നന്ദുവിനോട് പറയാനാ തോന്നിയത്. ഞാൻ പറയുന്നില്ല, നന്ദുവിനോട് നിങ്ങൾ തന്നെ പറഞ്ഞ് ഒരു തീരുമാനം എടുത്താൽ മതി. എനിക്ക് എൻ്റെ ജീവിതസഹിയായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും അവളെ എനിക്ക് എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനാണ് ആഗ്രഹം. അത് നല്ല നല്ല രീതിയിൽ തന്നെ അവളെ വിവാഹം കഴിച്ച് 4 ആളുടെ മുമ്പിൽ വെച്ച് അവളുടെ വിവാഹം കഴിച്ച് എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുക. ഇത് കേട്ടതും പെട്ടെന്ന് കനകയും ഗോവിന്ദനും പറഞ്ഞു, അത് പിന്നെ മോളോട് ചോദിക്കാതെ എങ്ങനെയാ? മോള് മാത്രമല്ല, എനിക്ക് 2 മക്കളും കൂടെ ഉണ്ട്. അവര് അനന്തപുരി തറവാട്ടിലെ മരുമക്കളാന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം. നന്ദുവിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും എടുത്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഇനി എന്നോട് പറയേണ്ട ആവശ്യമില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ആ ഒരു സഹപ്രവർത്തകയിൽ നിന്ന് തന്നെ ഒരാളെ തെരഞ്ഞെടുക്കുക, എൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ എൻ്റെ വധുവായിട്ട് വരിക, എന്നെ മനസ്സിലാക്കി ജീവിക്കാൻ അപ്പോൾ കൂടുതൽ അവർക്ക് പറ്റൂലോ, എനിക്കാണെങ്കിലും മനസ്സിലാക്കി ജീവിക്കാൻ പറ്റൂലോ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്തോ ഗോവിന്ദന്റെ മനസ്സിലൊരു ലഡു പൊട്ടി പോലെ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മേലുദ്യോഗസ്ഥനാണ്, അതുപോലെ തന്നെ പോലീസുകാരനാണ്, എന്തുകൊണ്ടും അനുയോജ്യമായൊരു ആലോചന തന്നെയാണ്. അതിനിടയിലാണെങ്കിൽ പുള്ളിക്കാരൻ്റെ സിനിമയെക്കുറിച്ചും പുള്ളിക്കാരൻ്റെ അഭിനയ മോഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ ഇറങ്ങി പോവുകയാണ്. ഓക്കെ, എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ സംസാരിച്ച് സെറ്റാക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പോയി. നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും എന്തോ മനസ്സിലങ്ങ് പിടിച്ചു കേട്ടോ പുള്ളിക്കാരനെ. എന്തോ ഏതോ ആയിക്കോട്ടെ, ഒരു പോലീസുകാരനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദുവിന് 100% യോജിക്കും എന്ന ഒരു തീരുമാനത്തിലാണ് ഗോവിന്ദനും അതുപോലെ കനകയും എത്തുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ജാതകം നോക്കാനായിട്ട് ജ്യോത്സ്യനെ കാണാൻ പോവുകയാണ് നമ്മുടെ കനകദുർഗ. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, അനിയങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരനെ ജീവനോട് വെച്ചേക്കൊന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അനിയങ്ങാണം വല്ലതും അറിയണം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരിക്കലും നടക്കാൻ പോകാത്ത കല്യാണമാണ് കേട്ടോ. പിന്നെ വെറുതെ ആലോചിക്കാം, സ്വപ്നം കാണാൻ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനെന്നും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഇത് നടക്കാൻ പോകുന്ന ഒരു കല്യാണമല്ല. അപ്പൊ ഏതായാലും ഞാൻ ഇനി പറഞ്ഞു കുളവാക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വിശേഷം, ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം നമ്മൾ നാളത്തെ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ ഇന്നത്തെ വിശേഷം ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പായിട്ട് തന്നെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ കഥ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ ഉടനെ തന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ പ്രമോ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ, ഇന്നത്തെ പ്രമോ. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.